കരുത്തരായ നെതർലാൻഡ്സിനെ സമനിലയിൽ തളച്ച ജപ്പാൻ. ഇരു ടീമുകളും 2 ഗോളുകൾ നേടി. 2 തവണ പിന്നിൽ പോയ ശേഷമാണ് ജപ്പാൻ 2 ഗോളുകൾ നേടി സമനില പിടിച്ചത്. വിരസമായ ആദ്യ പകുതിക്ക് ശേഷമായിരുന്നു ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടിയത്. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ വേൾഡ് കപ്പിൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരം ഗ്രൂപ്പ് എഫിലെ മത്സരമായിരുന്നു. യൂറോപ്യൻ ഫേവറേറ്റുകളായ വേൾഡ് കപ്പിലെ യൂറോപ്യൻ ഫേവറേറ്റുകളായ നെതർലൻഡ്, വിർജിൽ വാൻഡിക്ക് നയിച്ച നെതർലൻഡും അതുപോലെ തന്നെ ജപ്പാൻ, നമ്മുടെ ഏഷ്യൻ വമ്പനായ ജപ്പാനും ഏറ്റുമുട്ടിയപ്പോൾ 2-2 ഒരു ത്രില്ലിംഗ് സമനില നൽകിയ ഒരു മത്സരം. ഈ ടൂർണമെന്റിൽ ഇതുവരെ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു മത്സരം തന്നെയെന്ന് ഈ മത്സരത്തെ പറയാം. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയൊരു മേൽക്കൈ, ഒരു 30 മിനിറ്റോളം ചെറിയൊരു മേൽക്കൈ നെതർലൻഡ് നടത്തി ബോൾ കൈവശം വെച്ച് ആക്രമണത്തിന് മുതിർന്നപ്പോഴും ഒരു 30 മിനിറ്റിന് ശേഷം മെല്ലനെ കളിയിലേക്ക് തിരിച്ചു വന്ന ജപ്പാൻ അവരും ഇതേ രീതിയിൽ ബോൾ കൈവശം വെക്കുന്നു, ആക്രമണത്തിന് മുതിരുന്നു. അങ്ങനെ അവർ 35 മിനിറ്റ് നടത്തിയൊരു മുന്നേറ്റം, അതിമനോഹരമായ മുന്നേറ്റം, നല്ലൊരു പവർഫുൾ ഷോട്ട്. അവരുടെ കയാസെ ഉദയ എന്ന് പറഞ്ഞ താരം വലതുവശത്ത് ബോക്സിന് വലതുവശത്ത് നിന്ന് എടുത്തൊരു ഷോട്ട്, ഗോളെന്ന് തോന്നിക്കുന്ന ഒരു ഷോട്ട്, 35-36 മിനിറ്റിൽ ഗോളെന്ന് തോന്നിക്കുന്ന വിധത്തിലൊരു ഷോട്ട്, അത് പോസ്റ്റിന്റെ വലതുവശത്തെ നെറ്റിൽ തട്ടി പോവുകയാണ് ഉണ്ടായത്. ഇതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ലൊരു മുന്നേറ്റം ജപ്പാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നിരുന്നാലും ആക്രമണത്തിന് മുതിർന്ന നെതർലൻഡിലെ പല നീക്കങ്ങളും ജപ്പാന്റെ സിയോൺ സുസുക്കി എന്ന് പറയുന്ന ഗോൾ കീപ്പർ അതിമനോഹരമായി സേവ് ചെയ്യുന്ന കാഴ്ചയും ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഗോളൊന്നും നേടാതെ ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ കളിയുടെ നിയന്ത്രണം ഒരു പടിക്ക് കൂടി, ഈ ഫസ്റ്റ് ഹാഫിൽ ഇതുപോലെ തന്നെ കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത നെതർലൻഡ് ആക്രമണത്തിന് മുതിരുകയാണ് ഉണ്ടായത്. അങ്ങനെ ആക്രമണത്തിന് മുതിർന്ന നെതർലൻഡ് 52-ാം മിനിറ്റിൽ ആദ്യ ഗോൾ അവരുടെ ക്യാപ്റ്റന്റെ ഒരു സ്റ്റണ്ണിംഗ് ഹാൻഡറിലൂടെ, അവരുടെ ക്യാപ്റ്റൻ വാൻഡിക്കിന്റെ സ്റ്റണ്ണിംഗ് ഹാൻഡറിലൂടെ ഒരു ഗോൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അതിനുശേഷവും അടിക്ക് തിരിച്ചടിയെന്നോളം 57-ാം മിനിറ്റിൽ കയാസെ നക്കുമുറ എന്ന ജപ്പാന്റെ താരം അവരുടെ ലെഫ്റ്റ് മിഡ്ഫീൽഡർ ബോക്സിന് വെളിയിൽ നേരത്തെ ഒരു മനോഹരമായ ഷോട്ട് ഗോളായി മാറുകയായിരുന്നു. ഗോൾ കീപ്പറെ നിഷ്പ്രഭമാക്കി ഗോളായി മാറുകയായിരുന്നു. പിന്നീട് 64 മിനിറ്റിൽ തിരിച്ചടിച്ചു നെതർലൻഡ്, വീണ്ടും കളിയിലേക്ക് തിരിച്ചു വന്നു. സമ്മർവെയിലൂടെ ഒരു അതിമനോഹരമായ ഷോട്ട്, വലതുവശത്ത് നിന്ന് നടത്തിയൊരു നീക്കം, സമ്മർവെയിൽ ബോക്സിന്റെ അടുത്ത് നിന്നും ഇടതുകാല കൊണ്ട് പോസ്റ്റിന്റെ ഇടത് സൈഡിലേക്ക് ഒരു നല്ലൊരു കർവ് ഷോട്ട് തോന്നിക്കുന്ന വിധത്തിലൊരു ഷോട്ട് അടിച്ച് ഗോളാക്കുകയും ചെയ്തു. ഇതോടുകൂടി ജപ്പാൻ വീണ്ടും കളി നിയന്ത്രണത്തിന് ഏറ്റെടുത്തു പോലെയായി തോന്നി. ജപ്പാന്റെ മേൽക്കൈ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത്. ജപ്പാൻ അങ്ങനെ 80-ാം മിനിറ്റിൽ അവർ ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അവരുടെ പകരക്കാരൻ വന്ന ഹോക്കി ഗവ എന്ന് പറഞ്ഞ താരം ഒരു തകർപ്പൻ ഹെഡർ ചെയ്യുകയും അത് പോസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ തന്നെ സഹതാരമായ കമാദയുടെ തലയിൽ ഫ്ലിക്ക് ചെയ്ത് അത് ഗോളായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു സമനില, 2-2 സമനില ജപ്പാൻ ഈ ത്രില്ലിംഗ് മാച്ചിൽ നാടകീയമായി പിടിച്ചെടുക്കുകയും ചെയ്തു. മത്സരത്തിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിന്ന പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. വാൻഡിജ്, ഡിജോങ്, മെംഫീസ് എന്നിവർ അടങ്ങുന്ന നെതർലൻഡ് അവരുടെ എല്ലാ രീതിയിലും അവരും നല്ല മുന്നേറ്റങ്ങളും അറ്റാക്കിങ്ങും ഡിഫൻസും നല്ല രീതിയിൽ ഒത്തിണക്കിയ കുമാന്റെ ആ ടീം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. മറുവശത്ത് നമ്മുടെ ഏഷ്യൻ ശക്തിയായ ജപ്പാൻ, അവരുടെ വീര്യം, അവരുടെ ഒരു കറുത്ത കുതിരകളാണെന്ന് പറയുന്ന ജപ്പാൻ അവരുടെ ശക്തി തെളിയിക്കുന്ന ഒരു മത്സരം 2-2 സമനില പിടിച്ചെടുത്ത് ഓരോ പോയിന്റ് വീതം ഇരു ടീമുകളും നേടുകയും ചെയ്തു.